വെനസ്വേലയെ നടുക്കിയ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ഇരട്ട ഭൂചലനത്തിൽ അർജന്റീന ഫുട്ബോൾ താരം ലൂക്കോസ് ട്രെച്ചോയുടെ ഭാര്യയും രണ്ടു മക്കളും മരണപ്പെട്ട വാർത്ത കായിക പ്രേമികളെല്ലാം ഞെട്ടലോടെയാണ് കേട്ടത്. വെനസ്വേലൻ രണ്ടാം ഡിവിഷൻ ക്ലബായ ക്ലബ് സ്പോർട്സ് മാരിറ്റിമോ ലാ ഖൈവേറയുടെ ഡിഫൻഡറായ ലൂക്കാസിന്റെ ഭാര്യ യാനിന, മക്കളായ ആരോൺ, ഐൻഹോവ എന്നിവരാണ് ദുരന്തത്തിൽ ഇല്ലാതായത്. ഭാര്യയെയും മക്കളെയും ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞ 3 ദിവസമായി ലൂക്കാസും സുഹൃത്തുക്കളും രക്ഷാപ്രവർത്തകരും തീവ്ര ശ്രമം നടത്തിവരികയായിരുന്നു. ഇന്നലെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ലൂക്കാസിന്റെ കുടുംബത്തിന്റെ വിയോഗത്തിൽ ക്ലബ് സ്പോർട്സ് മാരിറ്റിമോ ലാ ഖൈവറ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തി. ലൂക്കാസ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മാരിറ്റിമോ ലാ ഖൈവറയിലെ നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് ക്ലബ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത്. ഭൂചലനമുണ്ടാകുമ്പോൾ 38-കാരനായ ലൂക്കാസ് ട്രെച്ചോ ടീമിന്റെ പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാനമായ കാരക്കാസിലായിരുന്നു. ദുരന്ത വാർത്ത അറിഞ്ഞയുടൻ അദ്ദേഹം 28 കിലോമീറ്റർ അകലെയുള്ള ലാ ഖൈവേറയിലെ തന്റെ വസതിയിലേക്കെത്തി. അപ്പോഴേക്കും അപ്പാർട്ട്മെന്റ് സമുച്ചയം പൂർണ്ണമായും തകർന്നടിഞ്ഞിരുന്നു. വൻകിട യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ മാറ്റാൻ ലൂക്കാസിന്റെ സഹതാരങ്ങൾ അഭ്യർത്ഥന നടത്തിയെങ്കിലും 74 മണിക്കൂറിലധികം നീണ്ട തിരച്ചിൽ ഒടുവിൽ കണ്ണീരിലാണ് അവസാനിച്ചത്. വെനസ്വേലയിലുണ്ടായ ഈ ഇരട്ട ഭൂചലനത്തിൽ ഇതുവരെ 1400-ലധികം ആളുകൾ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 5000-ലധികം പേരെ കാണാതായിട്ടുണ്ട്. 39 സെക്കൻഡുകളുടെ ഇടവേളയിലാണ് 2 ശക്തമായ ഭൂചലനങ്ങൾ തുടർച്ചയുണ്ടായത്. ലൂക്കാസിന്റെ കുടുംബത്തിന് പുറമെ വെനസ്വേലയിലെ മറ്റ് നിരവധി യുവ ഫുട്ബോൾ താരങ്ങളും ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട്. ദോഹയിൽ നടന്ന അണ്ടർ-17 ലോകകപ്പിൽ കളിച്ച 18 വയസ്സുകാരനായ വിംബർട്ട് ബെറോടെറാൻ, യുവതാരങ്ങളായ വിക്ടർ പലാസിയോസ്, റസാൻ സിജ എന്നിവരും ഭൂകമ്പത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റൊരു താരമായ ഹെക്ടർ ബെല്ലോയുടെ ഭാര്യ തന്റെ 1 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം ശരീരം കൊണ്ട് മൂടി സംരക്ഷിക്കുന്നതിനിടയിലാണ് മരിച്ചത്. വിനോദസഞ്ചാരികളും താമസക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് തകർന്നടിഞ്ഞ നഗരങ്ങളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നത്. 8 ചൈനീസ് പൗരന്മാരും 9 സ്പാനിഷ് പൗരന്മാരും മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിർണായകമായ 72 മണിക്കൂറുകൾ പിന്നിട്ടതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യതകൾ മങ്ങുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി.